കൈ കൊടുക്കാൻ ഒരു സ്റ്റാഫിനെ വെക്കേണ്ടിയിരുന്ന ഞാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ആദ്യമായിട്ട് വന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് കൈ കൊടുത്തു. ഫസ്റ്റ് ടൈമേഴ്സ് പേടിക്കാൻ പറ്റും. ഈ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ എന്താ പറയാ, എന്താ ഇപ്പൊ പരിപാടി ഇവിടെ എന്നുള്ളൊരു ഭയങ്കര ആകെ മൊത്തത്തിലൊരു ജഗപുകയല്ലേ, മൊത്തത്തിലൊരു പുകയാണ്. അപ്പം വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയിരിക്കും എന്താണെന്നുള്ളത്. ഇപ്പൊ ഈ കണ്ട സ്വീകരണം ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന വ്യക്തിക്ക് കിട്ടിയതാണ്. പക്ഷെ ആ ആള് ഇന്ന് ഹൈസ്കൂൾ അധ്യാപകനല്ല, മറിച്ച് ഒരു ഓൺട്രപ്രണറാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതുപോലൊക്കെ അംഗീകാരം കിട്ടണമെന്ന്? താങ്ക് യു. ഇതിനകത്ത് കൈ ഉയർത്താത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, എന്നാലും ഉയർത്താനൊരു മടി. അതങ്ങനെയാണ് നമുക്കറിയാം. ആദ്യമായിട്ട് വന്ന ആൾക്കാരുടെ കൈ ഒന്ന് ഉയർത്താൻ പറഞ്ഞപ്പോഴും എല്ലാവരും ഉയർത്തിയിട്ടില്ല. അതും നമുക്കറിയാം. നോ പ്രോബ്ലം, ബി കംഫർട്ടബിൾ. ഞാൻ രാജേഷ് കുമാർ, ഇവിടെ പരപ്പനങ്ങാടി സ്വദേശിയാണ്. ഇപ്പോ വീട് വെച്ച് താമസം കോട്ടയത്താണ്. ഇടയ്ക്ക് കോഴിക്കോട് വന്ന് താമസിക്കും. അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഇപ്പൊ വരുന്നത് കോഴിക്കോട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗോവയിലായിരുന്നു. ഫാമിലി പ്ലസ് കമ്പനിയുടെ ഒരു 3 ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ആൾക്കാർ വന്ന ആൾക്കാരുണ്ട്. ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മേ ബി ചിലപ്പോൾ ആദ്യമായിട്ട് വന്ന ആൾക്കാർ ചിന്തിക്കണം, നല്ല ജോലിയല്ലേ സ്കൂൾ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ? അത്യാവശ്യം നല്ല മാന്യമായ ജോലിയല്ലേ, സൊസൈറ്റിയിൽ നല്ല റെസ്പെക്ട് ഒക്കെ കിട്ടുന്ന ജോലിയല്ലേ, എന്നാൽ പിന്നെ അതൊക്കെ ചെയ്താൽ പോരായിരുന്നോ എന്ന് ചിലപ്പം ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ മാറി ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1-2 കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായിട്ടുള്ള മേഖലകളിൽ ഏതെങ്കിലും നല്ല മേഖലകളിൽ അധ്വാനിച്ച് നല്ല രീതിയിലുള്ള വരുമാനം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. ആ വരുമാനത്തെ ബേസ് ചെയ്തായിരിക്കും ജീവിതം മുന്നോട്ട് പോകുന്നത്. ശരിയല്ലേ? ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. പക്ഷേ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. സ്കൂളിൽ പോകുന്നു, പഠിപ്പിക്കുന്നു, ശമ്പളമാവുന്നു, ആ ശമ്പളം വരുമാനത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നു. ഇത് തന്നെയായിരുന്നു എന്റെ ലൈഫ്. പക്ഷേ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ഇതാണ് ഇപ്പൊ അത്ര വലിയ കാര്യം. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അല്ലേ? നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? ജോലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനും ചിന്തിച്ചു വളരെ സീരിയസ് ആയിട്ട്. എന്റെ വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്നൊരു ഫാമിലി എനിക്കുണ്ട്. എനിക്ക് ജോലി ഇല്ലെങ്കിൽ, വരുമാനം ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ, ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആകില്ല. അവർ ഫിനാൻഷ്യലി സേഫ് അല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മള് ആരോഗ്യം സംബന്ധിക്കുന്നിടത്തോളം കാലം അധ്വാനിക്കും. ആ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കും. കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, എന്നാലും ജീവിതം മുന്നോട്ട് പോകും. പക്ഷെ അധ്വാനിക്കാൻ പറ്റിയില്ലെങ്കിലും, വരുമാനമില്ലാത്തൊരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആണോ? നിങ്ങൾ ഇല്ലാണ്ടായാൽ നിങ്ങളുടെ കുടുംബം സേഫ് ആണോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ ചിന്തിക്കുക. നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മേഖലയിലൂടെ വരുന്ന 5, 10, 15 വർഷം തുടർന്ന് അങ്ങോട്ട് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ ഫാമിലിയെ ഫിനാൻഷ്യലി സേഫ് ആക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കണം. ഇന്ന് നിങ്ങളിവിടെ കേട്ടത് അങ്ങനത്തെ ഒരു അവസരമാണ്. ആ അവസരം കേട്ടപ്പോ ഞാൻ ഫാമിലിയെ ഫിനാൻഷ്യലി സേഫ് ആക്കാൻ അതിന് പറ്റുന്ന ഒരു അവസരം അന്വേഷിച്ച് നടന്ന സമയത്താണ് ഈ ഒരു അവസരം എനിക്ക് കിട്ടിയത്. 2016 ജൂൺ മാസം 16-ാം തീയതിയാണ് ഈ അവസരം ഞാൻ കേൾക്കുന്നത്. 8 വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നോട് പറഞ്ഞത് എന്റെ സുഹൃത്ത്, ഇന്ന് ഈ കമ്പനിയുടെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ, വിവ അഡ്വൈസറി കൗൺസിൽ മെമ്പർ, 2024 ഐക്കൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റർ ജീവാനന്ദ് സാറാണ്.
അദ്ദേഹം ആ ഓപ്പർച്യൂണിറ്റി എന്നോട് പറഞ്ഞപ്പോ വേറെ ഒന്നും ഞാൻ നോക്കിയില്ല. അദ്ദേഹത്തെ 100% വിശ്വസിച്ച് എന്റെ ജോലി റിസൈൻ ചെയ്ത് ഡേ 1 മുതൽ 2016 ജൂൺ മാസം 16-ാം തീയതി മുതൽ ഈ ബിസിനസ് ഒരു പ്രൊഫഷനായി പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തപ്പോ എന്റെ ഫാമിലി, റിലേറ്റീവ്, ഫ്രണ്ട്ഷിപ്പ്, നൈബറിംഗ് സർക്കിളിലുള്ള ആൾക്കാരൊക്കെ എന്നെ ഒരുപാട് ഉപദേശിച്ചു. എന്തിനാ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ വല്ലതും നടക്കുവോ, പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോലെ, പല 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 ഉപദേശങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംഭവിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കിട്ടിയ ദ വെരി ലാസ്റ്റ് ചാൻസ്. ആ ചാൻസ് എന്റെ മുൻപിലെ കണ്ടീഷൻസ് ഇല്ല. അതുകൊണ്ട് ഡേ 1 മുതൽ സീരിയസ് ആയിട്ട് പ്രൊഫഷണലായിട്ട് ഏറ്റെടുത്തു. 20,000 രൂപയായിരുന്നു ടീച്ചിങ് മേഖലയിൽ എന്റെ മാസ ശമ്പളം. പ്രൈവറ്റ് സ്കൂളാണ്. ഒരു വർഷത്തിൽ 10 മാസം ജോലി ഉണ്ടാവും. സോ ഒരു വർഷം കൊണ്ട് എത്ര ശമ്പളം കിട്ടും? മാസം 2 ലക്ഷം. മാസം 20,000 രൂപ വെച്ചിട്ട് 10 മാസം കൊണ്ട് 2 ലക്ഷം രൂപ കിട്ടും. 8 വർഷങ്ങൾ ആ ടീച്ചിങ് മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കിട്ടാവുന്ന ശമ്പളം എത്രയായിരിക്കും? 16 അല്ലെങ്കിൽ 17 ലക്ഷം മാക്സിമം ആണോ അല്ലേ? ഹലോ, ആ ജോലി ഉപേക്ഷിച്ച് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വന്നപ്പോ ഈ ഒരു കാലയളവ് കൊണ്ട്, ഈ 8 വർഷം കൊണ്ട് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത്, ഇറ്റ്സ് മോർ ദാൻ 5 crores 35 lakhs.